ഹനഫി മദ്ഹബില് തലയുടെ 1/4 തടവൽ നിർബന്ധമാണ് എന്നത് ഹനഫി മദ്ഹബിൽ വാജിബായ കാര്യം ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്താവും, അഥവാ ഉപേക്ഷിക്കൽ കറാഹത്തുമാകും. അങ്ങനെയുണ്ട്. ഇപ്പോ വിത്ർ നിസ്കാരം ഹനഫി മദ്ഹബിൽ വാജിബാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മുഅക്കദായ സുന്നത്താണ്. ഇതുപോലെ തലയിൽ നിന്ന് ഒരൽപ്പം തടവിയാലും ഷാഫി മദ്ഹബ് പ്രകാരം ഉളൂ സഹിയാകുമെങ്കിലും ഹനഫി മദ്ഹബ് പ്രകാരം 1/4 തടവണമെന്നത് കൊണ്ട് നമുക്കത് മുഅക്കദായ സുന്നത്താണ്. തല മുഴുവനും തടവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മൾ അതിന്റെ രീതി പറയാറുണ്ട്. മുടിയുള്ള ഒരാളാണെങ്കിൽ 2 കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് തള്ളവിരലുകൾ 2 നെറ്റിയിൽ 2 ചെവിയുടെ മുകളിലായി വെച്ച് ഈ കൈകൾ കോർത്തിട്ട് എന്ത് ചെയ്യണം? കൈ നനച്ചിട്ടേ എന്ത് ചെയ്യണം? ഇങ്ങനെ നേരെ പിറകിലേക്ക് തടവുക. എന്നിട്ട് മുടിയുള്ള ഒരാളാണെങ്കിൽ ആ തടവിൽ തന്നെ വീണ്ടും തിരിച്ച് മുമ്പിലേക്ക് തടവുക. അപ്പോൾ ഒരു പ്രാവശ്യമായി പൂർണ്ണമായ രൂപം. വീണ്ടും 2ാമതും 3ാമതും അങ്ങനെ തടവൽ സുന്നത്താണ്. ഇനി തൊപ്പിയോ തലപ്പാവൊക്കെ തലയിൽ ഉണ്ടെങ്കിൽ പറയപ്പെടുന്നത് 4 ഫ്രണ്ടിൽ 4 തടവിയിട്ട് പിന്നെ ബാക്കി എന്ത് ചെയ്യാൻ? തൊപ്പിയുടെ മുകളിലേക്ക് തടവിയാൽ അല്ലെങ്കിൽ തലപ്പാവിന്റെ മുകളിലൂടെ തടവിയാലും അതിന്റെ സുന്നത്ത് കരസ്ഥമാകുന്നതാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ നമ്മൾ സുന്നത്തായിട്ട് നിർവഹിക്കേണ്ടത് ഏറ്റവും പ്രധാനമായത് കൊണ്ടാണ്. ഇപ്പൊ തല തടവുന്നതിന്റെ രൂപം അതാ. നമ്മൾ സാധാരണ പെട്ടെന്ന് ഇങ്ങനെ ആക്കി പോയി ചിലപ്പോ ഫർള് തന്നെ വീടില്ല. അതുകൊണ്ട് പരമാവധി നമ്മൾ എത്രയൊക്കെ ആയാലും 1/4 എന്ത് ചെയ്യണം? തല നമ്മൾ തടവണം. ഫർളായി കരുതിക്കൊണ്ട് തന്നെ 1/4 തല തടവാൻ ശ്രമിക്കുക. ഉളൂ പൂർണ്ണമായിട്ട് അതിന്റെ പ്രതിഫലം കിട്ടാൻ തല മുഴുവനും തടവുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മസ്ഹു കുല്ലിൽ ഉദ്നൈൻ, 2 ചെവി തടവുക, അത് സുന്നത്താണ്. 6 ഫർളുകളിൽ എന്തില്ല? ചെവി തടവലില്ല. ചെവി തടവല് സുന്നത്താണ്. തടവുമ്പോൾ തള്ളവിരൽ കൊണ്ട് ചെവിത്തണ്ടയുടെ മുകൾ ഭാഗവും പുറഭാഗവും 2 ചൂണ്ടുവിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ചെവിയുടെ ഉള്ളും. നമ്മൾ തന്നെ വേഗത്തിലൊക്കെ കൊടുക്കുമ്പോഴേ ചിലപ്പോ അന്ന് ശ്രദ്ധിക്കൂല, ഇങ്ങനെ ആക്കിയിട്ടങ്ങ് ആവല. അതിന്റെ യഥാർത്ഥ സുന്നത്ത് കിട്ടാൻ തള്ളവിരൽ കൊണ്ട് ചെവിത്തണ്ടയുടെ മുകൾ ഭാഗവും പുറഭാഗവും ചൂണ്ടുവിരൽ കൊണ്ട് എന്ത് ചെയ്യുക? നല്ലതുപോലെ ചെവിയുടെ ഉള്ളും തടവണം. അപ്പോഴാണ് അതിന്റെ സുന്നത്ത് കിട്ടുന്നത്. ലിത്തിബായ്. എന്നാൽ പിരടി തടവല് സുന്നത്തില്ല. ഉളൂവിൽപ്പെട്ടതിൽ ഒരു സുന്നത്തിലും ഇല്ല. അത് മഹാന്മാർ ബിദ്അത്തായിട്ട് പറഞ്ഞിട്ടുള്ള കാരണം പിരടി തടവുക എന്നുള്ളത് സുന്നത്തില്ല. എന്നാൽ മുഖം കഴുകുന്നതിനോടൊപ്പം മുഖം കഴുകൽ നമ്മൾ പറയുമ്പോൾ മുഖം കഴുകുന്നത് പരമാവധി പൂർത്തിയായി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കഴുത്തിന്റെ 2 ഭാഗവും കഴുകല്, അതിനോടൊപ്പം കഴുകല് സുന്നത്താണ്. പിരടിയല്ല, കഴുത്തിന്റെ ഭാഗം. ഈ ഭാഗം മുഖത്തിൽ പെട്ടതല്ലെങ്കിലും മുഖം കഴുകി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അതിനോടൊപ്പം കഴുത്ത് തടവുക. വദൽക്കു അലാഇൻ, അവയവങ്ങൾ തേച്ച് കഴുകുക, അതും സുന്നത്ത്. നമ്മൾ വെള്ളം ഒഴിക്കലാണ് ഫർളായത്. എന്നാൽ അവയവങ്ങൾ തേച്ച് കഴുകൽ ഉളൂഇന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കണം. നമ്മള് മുഖമായാലും തേച്ച് കഴുകണം. മുഖം തേച്ച് കഴുകുന്ന പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തേക്കലാവൂല. പിന്നെ അതിനോടൊപ്പം എന്ത് ചെയ്യണം? മുഖം നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ തേക്കണം. അപ്പൊ നമ്മൾ ടാപ്പിന്ന് ഒന്നു കൊടുക്കുമ്പോൾ ടാപ്പൊന്ന് അടച്ചിരിക്കണമെന്നേ ഉള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ മുഖം തേച്ച് കഴിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് ആയി പോകും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം ഇസ്രാഫ്, വെള്ളം വളരെ കുറഞ്ഞ നിലയിൽ മാത്രം വെള്ളം ഉപയോഗിക്കൽ ഉളൂഇന്റെ ഒരു പ്രത്യേക അദബിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ മുഖം തേച്ച് കഴുകുക, കൈ തേച്ച് കഴുകുക, കാല് തേച്ച് കഴുകുക. അതുപോലെ തന്നെ കൈകാലുകളുടെ വിരലുകൾ ഇടകോർത്ത് കഴുകുക, അതൊരു പ്രത്യേക സുന്നത്താണ്. അപ്പൊ നാളെ പറഞ്ഞപ്പോ ഹാജിയാർ പറഞ്ഞത്, ഇപ്പൊ ചിലരുടെ വിരലുകൾ ഇങ്ങനെ ഞെരിങ്ങിയിരിക്കും. വിരലുകൾ നല്ല കാലിന്റെ വിരലുകളൊക്കെ ഞെരിങ്ങിയിരിക്കും. ശ്രദ്ധിച്ചാലല്ലാതെ അതിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല. അങ്ങനെയുള്ള ആളുകള് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വിരലുകൾ മാറ്റിയിട്ട് വിരലുകൾ പിരിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറക്കല് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു ഭാഗം നനഞ്ഞില്ല എങ്കിൽ അവന്റെ ഉളൂ ശരിയാവൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചിലരുടെ ഉപ്പിറ്റിയൊക്കെ ഇങ്ങനെ വെടിച്ചീറിയിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. ആ വെടിച്ചീറിയിരിക്കുന്ന ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാലേ വെള്ളം ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ പുറത്തൂടെ വെള്ളം ഒഴുകിപ്പോവും, ഉള്ളു നനയൂല. എന്തായും? ഉളൂ ശരിയാവില്ല. മഹാന്മാർ പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഒരാളിന്റെ കാലിൽ മുള്ള് തറച്ചു, ആ മുള്ള് തറച്ച് അങ്ങനെ തന്നെ ഇരിക്കെ ഉളൂ എടുത്താൽ ഉളൂ ശരിയാവൂല.
കാരണം എന്താ, ആ തറച്ചിരിക്കുന്ന ഉള്ളിലുള്ള ഭാഗം പുറഭാഗമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ അത് ഊരിയതിനു ശേഷം അതിന്റെ ഉള്ളു തുറന്നിരിക്കുന്നു എങ്കിൽ, ഇപ്പൊ മുറിവിന്റെ ഉള്ളു തുറന്നിരിക്കുന്നെങ്കിൽ അതിന്റെ ഉള്ളും കഴുകൽ നിർബന്ധമാണ്. ഇപ്പൊ വെടിച്ചിരിക്കുന്ന ഭാഗവും അതിന്റെ ഉള്ളിൽ വെള്ളം എത്തല് നിർബന്ധമാണ്. ഇതൊക്കെ നമ്മൾ വേഗത്തിൽ ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകും. സംഭവം എന്താവും, ചെയ്യുന്നതൊക്കെ വെറുതെ ആവും, അല്ലെ? അമലുകൾ സഹി അല്ലാതെ വരും. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ വിരലുകള് ഇടുങ്ങിയ വിരലുകളാണെങ്കിൽ അത് ഇടതോർത്ത് കഴുകൽ, വെള്ളം നനയ്ക്കൽ നിർബന്ധം. ഇനി ഇടുങ്ങിയതല്ലെങ്കിൽ പോലും കാലിന്റെ അടിഭാഗത്ത് നിന്ന് ഇടത് കൈ കൊണ്ട്, നമ്മൾ കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ഇടത് കൈയാണ്, ഇടത് കൈ കൊണ്ട് ഓരോ വിരലുകളും ഇടകോർത്ത് കഴുകുക. വലത് കാലിന്റെ ചെറിയ വിരൽ മുതൽ തുടങ്ങി ഇടത് കാലിന്റെ ചെറിയ വിരൽ വരെ നമ്മൾ നഖം വെട്ടുന്നത് പോലെ ഓരോ വിരലുകളും കോർത്ത് കഴുകല് പ്രത്യേകമായ സുന്നത്താണ്. വുളുവിന്റെ പൂർണ്ണതയ്ക്ക് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ വൈതാലത്തിൽ ഉർറത്തി വത്തഹ്ജീലി, കൈകാലുകളും മുഖവും പരമാവധി നീട്ടിക്കഴുകുക. എത്രത്തോളം നീട്ടിക്കഴുകാൻ പറ്റുമോ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും മുഖവും കൈകാലുകളൊക്കെ നീട്ടിക്കഴുകുക. ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്ന് പറയാൻ കാരണം, ഈ വുളു ചെയ്യുമ്പോൾ ഔറത്ത് മറയ്ക്കൽ ഷർത്താണോ, ഔറത്ത് മറയ്ക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം ആളുകൾക്കിടയിലുണ്ട്, അല്ലേ? നിസ്കാരത്തിൽ ഔറത്ത് മറയ്ക്കല് ഷർത്താണ്, നമുക്കറിയാം. നമ്മൾ പറഞ്ഞ 5 ഷർത്തുകൾപ്പെട്ട ഒന്നാണ്. വുളു ചെയ്യുമ്പോൾ ഔറത്ത് മറച്ചിരിക്കൽ നിർബന്ധമാണോ ഇല്ലേ? നിർബന്ധമാണ്. അപ്പൊ പിന്നെ സ്ത്രീകൾ എങ്ങനെ വുളു ചെയ്യാൻ? സ്ത്രീകൾ എന്ന് പറയുന്നത് ഔറത്തല്ലേ? കൈവിടം വരെ കഴുകണ്ടേ, കാല് കഴുകണ്ടേ? പുരുഷന്മാരാണെങ്കിലും കുളിച്ചോണ്ടിരിക്കുമ്പോഴേ കുളിത്തോറത്ത കൊടുത്തിട്ട് എങ്ങനെ വുളു ചെയ്യാൻ പറ്റും? അപ്പം വുളു ചെയ്യുമ്പോൾ ഔറത്ത് മറയ്ക്കല് നിർബന്ധമില്ല. അത് വുളു ശരിയാകുന്നതിന് നിബന്ധനയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് എടുത്തു പറയണമല്ലോ. വുളു ചെയ്യുമ്പോൾ ഔറത്ത് മറച്ചിരിക്കൽ നിർബന്ധമാണ് എങ്കിൽ അത് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഇല്ല. മറിച്ച് വുളു ചെയ്യുമ്പോൾ ഔറത്ത് വെളിവായാലും ഔറത്ത് ഒട്ടും മറയ്ക്കാതെ വുളു ചെയ്താലും വുളുവിന് കുഴപ്പമില്ല. എന്നാൽ അതിന്റെ അദബ്, അതിന്റെ അഫ്ളലായ രൂപം ഔറത്ത് മറച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വുളു എന്നല്ല, ഏത് ഘട്ടത്തിലായാലും. ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഔറാത്തുനാ മാ നഅതി മിൻഹാ വമാ നദർ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നമ്മളുടെ ഔറത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ മറയ്ക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് അതിനെ നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്നത്, ഔറത്ത് മറയ്ക്കുന്നതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്ന എപ്പോഴൊക്കെ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദ് ഔറതക ഇല്ലാ മിൻ സൗജതിക ഔ മിമ്മാ മലകത് യമീനുക. മുആവിയ, നിനക്ക് ഔറത്ത് വെളിവാക്കാൻ പറ്റുന്നത് നിന്റെ ഭാര്യയുടെ മുന്നിൽ മാത്രമാണ്, അല്ലെങ്കിൽ നിന്റെ വലത് കൈ ഉടമസ്ഥതപ്പെടുത്തിയ അഥവാ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലഘട്ടത്ത് അവരുടെ മുന്നിൽ മാത്രമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും നീ ഔറത്തിനെ സൂക്ഷിക്കണം. ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിച്ചു നബിയെ, ഇദാ കാന അഹദുനാ ഖാലിയൻ, നമ്മളിൽ ഒരാള് ഒറ്റയ്ക്കായിരുന്നു, ഭാര്യ പോലും ഇല്ല, ഒരു റൂമിലോ കുളിമുറിയിലോ ബാത്റൂമിലോ ഒറ്റയ്ക്കാകുന്ന സന്ദർഭമാണെങ്കിലോ അപ്പോൾ നമുക്ക് ഔറത്ത് വെളിവാക്കാമോ എന്ന ഖാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഹഖു അൻ യുസ്തഹിയ മിനൻ നാസ്, ജനങ്ങളോടുള്ള ലജ്ജ കൊണ്ടാണ് നിങ്ങൾ ഔറത്ത് മറയ്ക്കുന്നത് എങ്കിൽ ജനങ്ങളെക്കാൾ നിങ്ങൾ ലജ്ജ കാണിക്കേണ്ടത്, നാണിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലല്ലേ? അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹു ഉണ്ടാകുമല്ലോ അവിടെ. അതുകൊണ്ട് അങ്ങനെ ഭാര്യയുടെ മുന്നിലല്ലാതെ ഔറത്ത് നിങ്ങൾ വെളിവാക്കരുത്, അത് നല്ലതല്ല എന്നാണ്. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വുളു ചെയ്യുമ്പോഴായാലും ഔറത്തിനെ സൂക്ഷിക്കണം. പക്ഷെ ഔറത്തിനെ ശ്രദ്ധിച്ചില്ല, ഔറത്ത് വെളിവായി എന്ന് വെച്ചിട്ട് വുളുവിന് കുഴപ്പമില്ല. അപ്പൊ നമ്മളെ കുളി തോറത്ത് കൊടുത്തുകൊണ്ടായാലും വുളു ചെയ്യാം, സ്ത്രീകളായാലും ഔറത്ത് മറയ്ക്കാതെ വുളു ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കൈയുടെ മുകളിൽ ഭാഗം തോള് വരെ കഴുകല് പ്രത്യേക സുന്നത്താണ്. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ മുട്ടിന്റെ താഴ്ഭാഗം വരെ നീട്ടി കഴുകല് സുന്നത്താണ്. മുഖം കഴുകുമ്പോൾ മുടി മുളയ്ക്കുന്ന ഭാഗത്ത് കൂടുതൽ കയറ്റി കഴുകല് സുന്നത്താണ്. അതെല്ലാം ആകുമ്പോൾ വുളു പരിപൂർണമാകും.
അങ്ങനെ നീട്ടിക്കഴുകുന്നതിന്റെ പ്രകാശമാണ് നാളെ പരലോകത്ത്. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. എന്റെ ഉമ്മത്തിനെ പരലോകത്ത് വിളിക്കപ്പെടുന്നത് വുളൂഇന്റെ അടയാളങ്ങളാൽ മുഖവും കൈകാലുകളും വെളുത്തവരായിട്ടാണ്, അല്ലെങ്കിൽ പ്രകാശിച്ചവരായിട്ടാണ്. ഈ വുളൂഇൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഉമ്മത്താണ് അള്ളാഹുവിന്റെ കോടതിയിൽ അങ്ങനെ വെളുപ്പിച്ച് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനോടൊപ്പം ചേരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത് നമ്മളുടെ കൈകാലുകളും മുഖവും നീട്ടിക്കഴുകുന്നതിനെ വളരെ ശ്രദ്ധിക്കണം. അതിന്റെ പരിപൂർണതയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. 1 പ്രാവശ്യമാണ് നിർബന്ധം. പക്ഷെ 1 പ്രാവശ്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടില്ല എങ്കിൽ രണ്ടാമതും ചെയ്യുന്നതിനെ രണ്ടാമതായിട്ട് കൂട്ടൂല. അതിന് എത്രയായിട്ട് കൂട്ടുള്ളൂ? 1ാമതായിട്ട് എന്ന് പറയാൻ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരാൾ മുഖം കഴുകുന്നു, മുഖം കഴുകി പകുതി എത്തിയപ്പോഴാണ് നിയ്യത്ത് ചെയ്തത്. എന്നാൽ എന്ത് വേണം? ബാക്കി ഭാഗം വീണ്ടും നിയ്യത്തോടു കൂടി അവൻ കഴുകണം. അപ്പൊ അത് 1 ആവുള്ളൂ. 2 പ്രാവശ്യം മുഖം കഴുകിയിട്ടുണ്ടെങ്കിലും 1 ആവുള്ളൂ. അതുപോലെ ഒരാള് കൈ കഴുകി ആദ്യത്തെ കഴുകലോടുകൂടി മുട്ടും പൂർണ്ണമായിട്ട് നനഞ്ഞിട്ടില്ല, എന്നാൽ രണ്ടാമത് കഴുകുന്നത് ഏതാണ്? രണ്ടാമത്തതല്ല, അത് 1ാമത്തതാണ്. കാരണം പൂർണ്ണമായി കഴുകിയതിന് ശേഷമേ രണ്ടാമത്തെ തുടങ്ങുള്ളൂ. കാല് കഴുകുന്നതായാലും അങ്ങനെ തന്നെ. കാലിന്റെ പുറത്ത് ഇങ്ങനെ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചാല് 1 ആവൂല, 2 ആവൂല, 3 ആവൂല. അപ്പൊ 1ാമതായിട്ട് കാല് പരിപൂർണമായിട്ട് 1 പ്രാവശ്യം കഴുകണം. കാല് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ലേ നമ്മൾ 3 പ്രാവശ്യം കണക്കാക്കാറുണ്ടാ? 3 പ്രാവശ്യം എന്നുള്ളത് കൃത്യമായിരിക്കണം അത്. അപ്പോ 1 പ്രാവശ്യം കഴുകുമ്പോൾ കഴുകേണ്ട ഭാഗം പൂർണ്ണമായി കഴുകിയതിന് ശേഷം പിന്നെയാണ് 2ാമതും 3ാമതും കഴുകേണ്ടത്. ഏതുമായാലും അങ്ങനെ തന്നെ. അവിടെ നമ്മൾ 3 പ്രാവശ്യം കഴുകല് സുന്നത്താണ്. തടവേണ്ടതാണെങ്കിൽ ചെവിയായാലും തലയാണെങ്കിലും 3 പ്രാവശ്യം തടവലും സുന്നത്താണ്. എന്നാൽ 1 പ്രാവശ്യം മാത്രം ചെയ്യൽ നിർബന്ധമാകുന്ന ഒരു ഘട്ടമുണ്ട്. 1 പ്രാവശ്യം ചെയ്യാവൂ. അതിപ്പോഴാ 2-3 കാരണങ്ങൾ. 1, വെള്ളം ഇല്ല. നമ്മളിപ്പോ പള്ളിയിലിപ്പം ഒരു 10 പേരുണ്ട്, അല്ലെങ്കിൽ 20 പേരുണ്ട്. 20 പേർക്ക് ഫർളായ നിലയിൽ വുളൂ ചെയ്യാനുള്ള വെള്ളമേ ഉള്ളൂ. എന്നാലോ അവർ 1 പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വെള്ളം വുളൂ എടുത്തതിന് ശേഷം അവിടെ കുടിക്കാൻ ആവശ്യമുണ്ട്, എന്നാലും 1 പ്രാവശ്യമേ കഴുകാവൂ. മറ്റൊന്നേതാ? സമയം ഇല്ല, നിസ്കാരത്തിന് ഖള ആകാൻ പോവുകയാണ്. ഇപ്പൊ ലൊഹർ നിസ്കരിക്കാൻ വേണ്ടി വന്നത് അവസാന സമയത്താ. ഈ വുളൂ എടുത്ത് ഈ പൂർണ്ണമായിട്ട് 3 പ്രാവശ്യം വീതം കഴുകി 3 പ്രാവശ്യം വീതം തടവി അത്രയും സമയം വുളൂവിന് വേണ്ടി ചെലവഴിച്ചാൽ നിസ്കാരം എന്തായി പോകും? ഖളായി പോകും. എന്നാൽ അവൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാവൂ? 1 പ്രാവശ്യമേ ചെയ്യാൻ പാടുള്ളൂ. നിസ്കാരം ഖളാ എന്ന് പറഞ്ഞാൽ വഖത്തിൽ 1 റക്അത്ത് കിട്ടിയാൽ നിസ്കാരം അതായി. 1 റക്അത്ത് പോലും വഖത്തിന്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിലാണ് നിസ്കാരം ഖളാവുക. നിസ്കാരം ഖളാവുന്ന വലിയ ശിക്ഷയാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് വലിയ തെറ്റ്. അതുപോലെ തെറ്റാണ് ഏത്? നിസ്കാരം ഖളാക്കുക എന്നുള്ളത്. അങ്ങനെയുണ്ട് അല്ലെ? അത് ഇൻഷാ അല്ലാഹ് ആ സന്ദർഭത്തിൽ നമുക്ക് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. അവിടെ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അല്ലാഹു പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഘട്ടമാണെങ്കിൽ ഇനി ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെങ്കിലോ? അത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ നമ്മൾ വന്നു, പൂർണ്ണമായിട്ട് 3 പ്രാവശ്യം വീതം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ ജമാഅത്ത് നിസ്കാരം കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ അവന് സുന്നത്താണ് ഓരോ പ്രാവശ്യം മാത്രം ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും, ഖളാ ആകുമെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം വീതം മാത്രം ചെയ്യൽ നിർബന്ധം. ഇനി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ ജമാഅത്തിന് അത്രയും പ്രതിഫലമുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് 1-ന് 27 ഇരട്ടി പ്രതിഫലമാണല്ലോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ, അല്ലെ? ബി27 ദറജ. ചെറിയ കാര്യമല്ല. അത് നഷ്ടപ്പെട്ടു പോകുമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി? 1 പ്രാവശ്യം മുഖം കഴുകിയാൽ മതി, 1 പ്രാവശ്യം കൈ കഴുകിയാൽ മതി, 1 പ്രാവശ്യം കാല് കഴുകിയാൽ മതി. അവന് നിർബന്ധം, അവന് ഏറ്റവും സുന്നത്ത് പെട്ടെന്ന് ആ ഓരോന്ന് നിർബന്ധമായത് പൂർത്തീകരിച്ച് ജമാഅത്തിൽ തുടരലാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്തില്ല. മറ്റൊന്ന്, അതുമായി ബന്ധപ്പെട്ട വലതിനെ മുന്തിക്കുക. വുളൂ ചെയ്യുമ്പോൾ ആദ്യം വലത് കൈ, ആദ്യം വലത് കാല്, ഒരുമിച്ച് കാല് കഴുകലല്ല.
അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം 3 പ്രാവശ്യം വലത് കൈ കാല് കഴുകിയതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, അടുത്ത് ഇടത് കാല് കഴുകേണ്ടത്. ചിലരൊക്കെ ധൃതി കൊണ്ട് എന്ത് ഈ 2 കാലും കൂടെ ഒരുമിച്ച് കഴുകി പോകും, അല്ലെ? ആ സുന്നത്ത് പോകും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം വലത് കാല് 3 പ്രാവശ്യം പൂർണ്ണമായിട്ട് കഴുകണം, എന്നിട്ട് ഇടത്. അത് ചെറിയ കാര്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസ് കാണാം, കാന യുഹിബ്ബു തയമ്മുന ഫീ തഹൂരിഹി വശഇനിഹി കുല്ലി. നബി തങ്ങളുടെ ശുദ്ധീകരണത്തിലും നബി തങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലും നബി തങ്ങൾ വലതിനെ മുന്തിക്കുന്നതിനെ നബി തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ കാര്യവും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നബിതങ്ങൾ മുസാഫഹത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും നബിതങ്ങൾ വലത് കണ്ടു തുടങ്ങുമായിരുന്നു. നബിതങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതാണെങ്കിലും വലതു ഭാഗത്തുള്ളവരെ കൊണ്ട് തുടങ്ങുമായിരുന്നു. വലതെന്നുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണ്. എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതിനെ മുന്തിക്കുമായിരുന്നു. കണ്ണിൽ സുർമയിടുമ്പോൾ ആദ്യം വലത് കണ്ണിലിടുമായിരുന്നു. നഖം വെട്ടുമ്പോൾ ആദ്യം വലത് കണ്ട് തുടങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസ് ഇടുമ്പോൾ എന്താണ്, ആദ്യം വലത് ഭാഗം വലത് കൈയിടുമായിരുന്നു. നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ താടി നന്നാക്കുമ്പോൾ അല്ലെങ്കിൽ മുടി വെട്ടുമ്പോൾ മുടി വടിക്കുമ്പോൾ ആദ്യം വലത് ഭാഗം കൊണ്ട് തുടങ്ങണം. ആരും മിക്കവാറും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് നബി തങ്ങളുടെ ഉമ്മത്തായി നമ്മളും ഇഷ്ടപ്പെടണമല്ലോ, അല്ലെ? നമ്മൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടുത്തെ ഹല്ലാഖ്, അവിടുത്തെ മുടി വടിക്കുന്നവർ വലത് ഭാഗം കൊണ്ട് തുടങ്ങുള്ള ഒരു ബിസ്മി പറഞ്ഞുകൊണ്ടേ തുടങ്ങുള്ളൂ. അതൊക്കെ ആ സുന്നത്തുകൾ നിലനിർത്തുന്നവരാണ്. അതുപോലെ തന്നെ പാൻസ് ധരിക്കുമ്പോഴും ആദ്യം എന്ത് ചെയ്യണം, വലത് കാലിടണമെന്നാണ് സുന്നത്ത. ഇരുന്നു കൊണ്ട് പാൻസ് ഇടല് സുന്നത്തുണ്ട്. വലത് കാൽ ആദ്യം ഇടും. ചെരുപ്പ് ധരിക്കുമ്പോഴും എന്ത് ചെയ്യാ, ആദ്യം വലത് കാല് ധരിക്കുക. ഇനി നേരെ ഇതെല്ലാം അഴിച്ചു വെക്കുമ്പോൾ ഏതിനെ മുന്തിക്കണം, ഇടതിനെ മുന്തിക്കണം. പാൻസ് ഊരുമ്പോൾ ആദ്യം ഇടതിനെ ഊരുക, ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടതിനെ ഊരുക, നേരെ തിരിച്ചു. അപ്പൊ വലതിനെ മുന്തിക്കേണ്ട സ്ഥലത്ത് വലതിനെ മുന്തിക്കണം, ഇടതിനെ മുന്തിക്കേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വലത് കൈ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതോ ഇതെല്ലാം സഹിക്കാം. കൊടുക്കുന്നത് വാങ്ങുന്നൊക്കെ പോട്ടെ, ഏറ്റവും വലിയൊരു ആപത്തെന്ന് പറയുന്നത് ഏതാ, വലത് കൈ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാത്ത ദിനം നോമ്പ് തുറക്കുന്നത് പോലും നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാൻ, നോമ്പിന്റെ പൂർണ്ണതയ്ക്കാണ് നോമ്പ് തുറക്കുമ്പോൾ അതിന്റെ മര്യാദകൾ പാലിക്കൽ. ചെറിയ കാര്യമല്ല. ഇവിടെ നമ്മൾ ഇഫ്താറൊക്കെ നടത്തുന്ന പറഞ്ഞാല് കൂടുതൽ പറഞ്ഞാൽ എല്ലാവർക്കും വിഷമായി പോകും. എങ്കിലും പൊതുവിലിരിക്കുമ്പോൾ പറയുമ്പോൾ വ്യക്തികളെ ബാധിക്കില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, പറയാം. നിന്നുകൊണ്ട് ഇടത് കൈ കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ആ നോമ്പ് കൊണ്ട് എന്ത് പ്രതിഫലം? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. അത് ഉറപ്പല്ലേ? ശൈത്താനാന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇത് ചെറുതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ആരുമാകട്ടെ, നമ്മളുടെ ജീവിതത്തിൽ ഇനി അത് ഇങ്ങോട്ട് ഉറപ്പിക്കണം. പിശാച് ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടൂല. പിശാച് ചെയ്യുന്നതിന്റെ നേരെ വിപരീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവൻ നമ്മളെ ശത്രുവാണ്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലേ? ഏത് സൂറത്തിലാണ്? എല്ലാവർക്കും അറിയാലോ. ഏത് സൂറത്തിലാ? യാസീനില്ല. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മൾ എത്ര പ്രാവശ്യം, ഒരു ദിവസം തന്നെ എത്രയോ വട്ടം നമ്മൾ യാസീൻ എഴുതാറുണ്ട്. ആയുസിൽ എത്ര വട്ടം യാസീൻ എഴുതിയിട്ടുണ്ട്. ഈ ആയത്ത് ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് കണ്ണുടക്കണം. അവിടെ ഈ ആയത്ത് ഓതുമ്പോഴ് നമ്മളെ കണ്ണ് അവിടെ ഒന്ന് ഉടക്കണം, അവിടെ ശ്രദ്ധിക്കണം. എന്താ അതിന്റെ അർത്ഥം? അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അദുവ് ദുഷ്മൻ. അദുവെന്ന് പറഞ്ഞാൽ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. അള്ളാഹ് പറഞ്ഞു തരികയാണ് ഇത്. ശൈത്താനെ ആരാധിക്കുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? ശൈത്താന്റെ രൂപം ഉണ്ടാക്കിയിട്ട് പൂജിക്കലാണോ? അത് മാത്രാണോ? അല്ല. അള്ളാഹുവിനെ ആരാധിക്കുന്ന പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹു പറഞ്ഞത് ചെയ്യുക. അപ്പൊ ശൈത്താനെ ആരാധിക്കുന്ന പറഞ്ഞാൽ
ഷെയ്ത്താൻ പറഞ്ഞു ചെയ്യുക, ഷെയ്ത്താൻ ചെയ്യുന്നത് ചെയ്യുക. ഷെയ്ത്താന്റെ പരിപാടിയാണ് പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നതെന്ന് സ്വദഖുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇതൊരു മുസ്ലിം ചെയ്താൽ ആരെ പിൻപറ്റലായി? നമുക്ക് ചെറിയ കാര്യമായിട്ടല്ലേ, ഇടത് കൈ കൊണ്ട് കൂടി ഫാഷനാണ്. ഞാൻ എന്നിട്ട് ഇടത് കൈ കൊണ്ട് കൂടി ചിലർക്കത് ഫാഷനായി മാറി. എവിടെ നിന്ന് കിട്ടിയെന്ന് അല്ലാഹു അലം. ഒരു മുസ്ലിമിന് ആ ഒരു സംസ്കാരം ഒരിക്കലും യോജിച്ചതല്ല. ഇടത് കൈ കൊണ്ട് കഴിക്കലുമില്ല കുടിക്കലുമില്ല, രണ്ടും വലത് കൈ കൊണ്ട്. അപ്പൊ ചോദിക്കും, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗ്ലാസ് എടുത്ത് എങ്ങനെ കുടിക്കും എന്നുള്ളത് അല്ലെ? ഗ്ലാസ് എങ്ങനെ വലത് കൈ കൊണ്ട് കുടിക്കും? ഇപ്പൊ അതിന് മറുപടി വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ് ഇല്ല. ഏതാ ഉള്ളത്? ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ഗ്ലാസ്സാ. അതിൽ പിന്നെ എച്ചിലായി വേസ്റ്റായെന്ന് ആരെങ്കിലും പരാതി പറയോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? കഴിക്കുന്ന കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാൻ പറ്റും. ഇനി അതല്ല, മറ്റു ഗ്ലാസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം? നമുക്ക് തരുന്നവർ നമ്മൾക്ക് തന്ന പാത്രം കഴുകാൻ തയ്യാറല്ലേ? അവര് തയ്യാറാവുമല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? അതിനും അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാം? ആ കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എങ്കിൽ എന്ത് ചെയ്യാ? വലത് കൈ കൊണ്ട് തന്നെ കുടിച്ചിട്ട് അവിടെ ഗ്ലാസ് തൊടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇടത് കൈ കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കാം. അവിടെയും കുടിക്കേണ്ടത് ഇടത് കൈ കൊണ്ടല്ല. ഇടത് കൈ കൊണ്ട് കുടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുകയും വലത് കൈ കൊണ്ട് തന്നെ കഴിക്കുകയും വേണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാറുണ്ട്. അതുപോലെ ഇരുന്നു കൊണ്ട്, അത് വളരെ അല്ലെ? ആരെങ്കിലും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവന് മരുന്നില്ലാത്ത രോഗം കൊണ്ടല്ല അവനെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ ചെറിയ കാര്യമാണോ? അതുകൊണ്ട് ഇവിടെ നോമ്പ് തുറക്കുന്ന ഒരു കുറവാണ്. ഇവിടെ സദസ്സിലിരിക്കുന്നതിൽ ഇവിടെ നോമ്പ് തുറക്കുന്ന ഒരു കുറവാ. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മളെ ചെറുപ്പക്കാരും മക്കളൊക്കെ വരുമല്ലോ. പാവങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല. അവരേതെങ്കിലൊക്കെ റീൽസിലായിരിക്കും, അവരേതെങ്കിലൊക്കെ ഗെയിമിലായിരിക്കും, ആരെങ്കിലൊക്കെ വെടിവെച്ചോണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ. മക്കളെ, അപ്പൊ അവര് വരുമ്പോൾ അവനെ ആരും ദേഷ്യപ്പെടരുത് കേട്ടോ. ഒന്നും നമുക്ക് ദേഷ്യപ്പെടൽ ഒന്നിനും പരിഹാരമല്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ദേഷ്യപ്പെട്ട പോകളവാന്ന് പറയും. മനസ്സിലായി? എന്താ പറയാ, തന്ത വൈബ്. അത് തന്നെ. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് ആരെടുത്ത് ഒരു കാര്യം നടക്കൂല. വളരെ സമാധാനത്തോടെ സൗമ്യമായിട്ട് വിളിച്ചിട്ട്, മക്കളെ വലത് കൈ കൊണ്ടേ കുടിക്കാവൂ കേട്ടോ മോനെ, ഇരുന്നിട്ടേ കഴിക്കാവൂ എന്നെന്ത് ചെയ്യാ പറയാ. അത് ഹിദ്മത്ത് ചെയ്യുന്ന മക്കളായാലും ശരി, എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന അവസാന സമയത്ത് ബാങ്ക് വിളിക്കുന്നോണ്ട് സമയം കിട്ടില്ലെന്നുണ്ടാലും അത് ഇന്നൊരു ന്യായമല്ല. ശ്രദ്ധിച്ചാൽ മാത്രം വെള്ളമെത്തുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ കൺകുഴി ഉണ്ടല്ലോ, കൺകുഴി നമ്മൾ വെള്ളം ഇങ്ങനെ മുകളിലൂടെ ഒഴിച്ചു പോയാൽ എന്ത് ചെയ്യൂല? കൺകുഴിയിലേക്ക് വെള്ളം ചേരൂല. അവിടെ സൂക്ഷിച്ച് അതിനെ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഉളൂ ചെയ്തിട്ടും കൻബീത്ത് അവിടെ ഇരുന്നാൽ അതിന്റെ അർത്ഥം എന്തായിട്ടില്ല? ഉളൂ ശരിയായിട്ടില്ല. ഇനി അതില്ല എങ്കിൽ ആ കൺകുഴി സൂക്ഷിച്ചു കഴുകൽ സുന്നത്താണ്. അതുപോലെ തന്നെ ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഉളൂ പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഖിബിലയെ അഭിമുഖീകരിക്കുക. ഉളൂ ചെയ്യുമ്പോൾ ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കൽ സുന്നത്താണ്. അപ്പൊ നിസ്കാരത്തിൽ ഖിബില അഭിമുഖീകരിക്കൽ എന്താണ്? ഷർത്താണ്. എന്നാൽ ഉളൂ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഉളൂ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഇതെന്ത് ചെയ്യണം? ഇവിടെ 2-3 പൈപ്പ് അങ്ങനെ ടാപ്പ് ഉണ്ടല്ലേ, അങ്ങനെ കിബിലയ്ക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന ടാപ്പ്, അതിന് നേരെ നിന്നുകൊണ്ട് ഉളൂ ചെയ്യുക. അത് സുന്നത്താണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം ഉളൂവിന്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ്. തക്കല്ലുമിൻ, സംസാരത്തെ ഉപേക്ഷിക്കുക. ഉളൂ ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കൽ, ദുന്യവിയായ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് സലാം പറഞ്ഞാലോ? അത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഉളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സലാം പറയുമ്പോൾ മടക്കാൻ പറ്റുമെന്നുള്ളല്ലേ? അത് മടക്കാം. അതെന്തിൽപ്പെട്ടതല്ല? സംസാരത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മൾ ഉളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് സലാം പറയൽ സുന്നത്താണ്. ഉളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് മറ്റൊരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ എന്താണ്? വുജൂബാണ്, നിർബന്ധവുമാണ്, സുന്നത്തല്ല. സലാം അങ്ങോട്ട് പറയൽ സുന്നത്താണ്, തിരിച്ചു മടക്കല് നിർബന്ധമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഉളൂ ചെയ്യുന്ന ഒരാള് മറ്റുള്ള സംസാരങ്ങളും ഒന്നും നടത്തരുത്. പക്ഷേ സലാം പറയല് അവർക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മടക്കൽ നിർബന്ധവുമാണ്. അതുപോലെ തന്നെ ഉളൂ ചെയ്തതിനു ശേഷം അവയവങ്ങൾ തുടയ്ക്കാതിരിക്കൽ, ആവശ്യമില്ലെങ്കിൽ തോർത്താതിരിക്കൽ സുന്നത്താണ്. ആ ഉളുവിന്റെ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കൽ. പിന്നെ ഉളൂ ചെയ്തതിനു ശേഷം 2 ഷഹാദത്ത് കലിമ ചൊല്ലൽ സുന്നത്താണ്. അതിനോടൊപ്പം ഒരു ദുആയും, വളരെ പ്രബലമായ ഒരു ദുആയുണ്ട്, ആ ദുആയും ചെയ്യൽ സുന്നത്താണ്.
ഷഹാദത്ത് കലിമ നമ്മൾ തുടക്കത്തിൽ ചൊല്ലിയല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഉറക്കം പെടുന്നു എന്ന് കൂടെ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. പിന്നെ ദുആ എന്താണ്? വളരെ പ്രബലം, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പിന്നെ സ്വലാത്ത് സുന്നത്താണ്, വളരെ പ്രബലമായ സുന്നത്താണ് ദുആക്ക് സ്വലാത്ത്. സാധാരണ ഏതൊരു ദുആക്ക് സ്വലാത്ത് നമ്മൾ ചൊല്ലുമല്ലോ, അതുപോലെ വുളൂഇന് ശേഷമുള്ള ഈ ദുആക്ക് ശേഷവും സ്വലാത്ത് ഇടണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഒരു സ്വലാത്തും കൂടി ചൊല്ലൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. എല്ലാവരും ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? നമ്മൾ വുളൂഇന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഷഹാദത്ത് കലിമയും അതുപോലെ അൽഹംദുലില്ലാഹില്ലദി ജഅൽ മാഅ തുഹൂറ, അതുപോലെ ഇതൊക്കെയും അറിയാത്തവരാരെങ്കിലും സ്വകാര്യമായിട്ട് ഈ സാദിനോടൊന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിത്തരാം ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമില്ലേ? അള്ളാഹ് ഇത്രയും ഓർമ്മശക്തിയും ഇത്രയും ബുദ്ധിയും ഇത്രയും കഴിവൊക്കെ തന്നിട്ട് ഒരു വുളൂഇന് ശേഷമുള്ള ദുആ എത്ര മഹത്തമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാള് പരിപൂർണമായി വുളൂ ചെയ്തു, എന്നിട്ട് അവന്റെ കൈകളും അവന്റെ കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മൻ തവല്ലഅ, ഒരാൾ വുളൂ ചെയ്തു, ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അതിന്റെ അവസാനം വരെ ദുആ പറഞ്ഞാൽ, ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, നാളെ പരലോകത്ത് അവന് വേണ്ടി സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുകയായി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, സ്വർഗ്ഗത്തിന് 8 കവാടമാണ്. ലഹാ സമാനിയത്തു അബ്വാബ്, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഫൽയദ്ഖുൽ മിൻ അയ്യിഹാ ശാഅ, അത് ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഓഫറാണ് അല്ലാഹ് നമുക്ക് തരുന്നത്. പഠിക്കാൻ ഒരു അല്പസമയം ഒന്നൊരു പ്രാവശ്യം പഠിച്ചാൽ അത് ജീവിതത്തിൽ മരണം വരെ നമുക്ക് നിലനിർത്താൻ കഴിയും. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. പറയുമ്പോൾ വൃത്തിയായിട്ട് പറയണം, അക്ഷരശുദ്ധിയോടുകൂടി പറയണം. നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പഠിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ഈ കത്തി തേയും പോലെ തേഞ്ഞങ്ങ് തീരും എന്ന് പറഞ്ഞാല് അവസാനം പറയുമ്പോൾ ഒന്നും ഉണ്ടാവൂല. ഈ ബാങ്കിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, ബാങ്കിന് ശേഷമുള്ള ദുആ വളരെ പ്രതിഫലമുള്ള ദുആണ്. ബാങ്കിന് ശേഷമുള്ള ദുആ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും അനിവാര്യമായ ദുആ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും ബാങ്ക് വിളിക്കുമ്പോൾ. അപ്പൊ ആ ദുആക്ക് വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുമുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ശഫാഅത്താണ്. അതാണ് ആ സമയത്ത് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാല് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമത്തി ഇസ്ലാം അൽഹംദുലില്ലാഹ്, ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനേ. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞായിരിക്കാം സ്വലാത്ത് കഴിഞ്ഞത്, ദുആ കഴിഞ്ഞെന്ന് കേട്ടാ. ഇത് വളരെ, അത് എങ്ങനെ പോയാലും ഒരു 10-40 സെക്കൻഡെങ്കിലും എന്തിനു വേണം? ഈ ദുആ എന്ന് പറയാൻ വേണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജതർ റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും? ഒരു 30 സെക്കൻഡെങ്കിലും എടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലെ? ഇത്രയും സമയം നമ്മൾ സാധാരണ പറയുമ്പോൾ എടുക്കാറുണ്ടാ? അതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് ചിലപ്പോൾ പകുതിയായി പോകും, ചിലപ്പോൾ കാൽഭാഗമായി പോകും എന്നർത്ഥം. ഈ പറഞ്ഞ പ്രതിഫലം കിട്ടോ? ഇല്ല. അതുപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള ദുആയും ഇത്രയും പരിപൂർണമായിരിക്കണം. ഇതിൽ കുറഞ്ഞു പോയാൽ ആ പ്രതിഫലം ലഭിക്കില്ല. പിന്നെ എല്ലാ പ്രഹസനവും ചടങ്ങും വെറുതെ ആയിപ്പോയിട്ട് എന്ത് കാര്യം? പ്രിയമുള്ളവരെ, വെറും ഒരു അതര വ്യായാമമായിട്ട് എന്ത് കാര്യം? ചെയ്യുന്നതിന്റെ തനതായ രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യണം. ഏത് കാര്യവും അങ്ങനെ തന്നെ. ഖുർആൻ ഓതുന്നെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ മദ്രസയിൽ മക്കളോട് കുട്ടികളോട് പറയാറുണ്ട്, യാസീൻ ഓതുമ്പോഴ് 1 പേജ് ഓതാനുള്ള സമയമേ ഉള്ളൂ എങ്കിൽ 1 പേജ് ഓതിയാൽ മതി. 1/2 പേജ് ഓതാനുള്ള സമയം ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/2 പേജ് ഓതിയാൽ മതി. അതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ.
ഇപ്പൊ എന്താ മക്കള് സാധാരണ ചെയ്യുന്നത്? ഉമ്മ പറയും യാസീനോദാടി, യാസീനോദിയാടാ, അതാ ഇപ്പൊ ഓതാൻ പോണം. അങ്ങോട്ട് അകത്തോട്ട് കയറ്റി മുസാഫ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് യാസീൻ വൽ ഖുർആനിലൊക്കെ മൊത്തം അടിച്ചൊതുക്കി തീരും. എന്താ ചെയ്യുന്നത്? വൽ ഖുർആൻ യുഅ്ലനു, ഖുർആൻ അവനെ ശപിക്കുമെന്നാണ്. ഖുർആൻ തെറ്റായിട്ട് ഓതിയാൽ, അറിയാമായിരുന്നിട്ടും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ട് തെറ്റായിട്ട് ഓതിയാൽ ഖുർആൻ എന്ത് ചെയ്യും? നമ്മളെ മക്കളെ അടുത്തൊക്കെ പറയണം, മക്കളെ യാസീൻ പൂർണ്ണമായിട്ട് ഓതാനൊന്നും ആരോടും പറയണ്ട. അപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട്. യാസീൻ പെട്ടെന്ന് ഓതിത്തരാൻ. ഒരു പേജ് ഓതാനുള്ള സമയമെങ്കിൽ ഒരു പേജ് ഓതിയാൽ മതി. ഫാത്തിഹ ഓതാനുള്ള സമയം ഉണ്ടെങ്കിൽ ഫാത്തിഹ ഓതിയാൽ മതി. ആ സമയം കൊണ്ട് യാസീൻ ഓതണ്ട. പക്ഷെ ഓതുന്നത് എന്തായാലും അത് വൃത്തിയായി അക്ഷരശുദ്ധിയോടുകൂടി. അതുപോലെ വുളൂഇന് ശേഷമുള്ള ഈ ദുആയും നമ്മൾ അതിന്റെ പ്രതിഫലം ഈ സ്വർഗത്തിന്റെ 8 വാതിൽ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ കുത്തിബ ഫീ റിഖിൻ, അതിനെ അല്ലാഹു തആല മലക്കുകളോട് പറയും ഒരു കടലാസിൽ രേഖപ്പെടുത്താൻ. സുമ്മ തുബിഅ ബിത്വബഇൻ, എന്നിട്ട് ആ കടലാസിൽ ഒരു സീൽ വെക്കാൻ അല്ലാഹു തആല പറയും. ഫലം യുക്സറു ഇലാ യൗമിൽ ഖിയാമ, ആ സീൽ വെക്കപ്പെട്ട ഏടിനെ, ആ കടലാസിനെ ഖിയാമത്ത് നാൾ വരെ പിന്നെ പൊളിക്കപ്പെടുകയില്ല. അതിന്റെ അർത്ഥം ഉലമാക്കൾ പറയുന്നു, ലം യതതറഖ ഇലൈഹി ഇബ്താലുൻ, ഒരു ബാത്തിലാവുന്ന കാര്യങ്ങളും ആ നന്മയിലേക്ക് കടന്നു വന്ന് അത് ബാത്തിലാക്കപ്പെടുകയില്ല. ഖിയാമത്ത് നാളിൽ അതിന്റെ പ്രതിഫലം അവന് കൃത്യമായി നൽകപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ അത് കിട്ടാൻ ഇതുപോലെ വൃത്തിയായി സമയമെടുത്ത് ആകാശത്തിലേക്ക് കൈ ഉയർത്തി കണ്ണുകളും ഉയർത്തിക്കൊണ്ട് ഖിബിലയ്ക്ക് നേരെ നിന്നുകൊണ്ട് തന്നെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അമൽ ചെയ്യാം. വെറുതെ നമ്മൾ പറഞ്ഞു കേട്ട് പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ളതാ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാ. എങ്കിലും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രതിഫലം പരിപൂർണമായിട്ട് കിട്ടുക. അതൊക്കെ നമുക്ക് ഹിദായത്തിന്റെ ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് വുളൂവുമായി ബന്ധപ്പെട്ട എന്റെ സുന്നത്തുകൾ പൂർത്തിയാക്കുകയാണ്. വുളൂ ചെയ്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കണ്ട സഹാബാക്കൾ ചെയ്തിട്ടുണ്ട്. മഹാന്മാർ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫീഹി ഷിഫാഉൻ, ആ വെള്ളത്തിൽ ഷിഫ ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതും ചെയ്യല് സുന്നത്താണ്. ഇത്രയും കാര്യങ്ങളാണ് വുളൂവുമായി ബന്ധപ്പെട്ടത്. പിന്നെ വുളൂഇന്റെ മഹത്വങ്ങൾ വളരെ വലുതാണ്. വുളൂവുമായിട്ട് പരിപൂർണമായിട്ട് പ്രധാനപ്പെട്ട എപ്പോഴും വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. സമയായ ബിലാൽ റളിയല്ലാഹു തആലയുടെ സംഭവം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തെ കണ്ടപ്പോൾ മിഅ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങളുടെ മുന്നിലൂടെ ഒരു ചെരുപ്പടി ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, എന്റെ മുന്നിലൂടെ ആരാണ് നടന്നു പോകുന്നതെന്ന്. ജിബ്രീൽ പറഞ്ഞു, നബി, അത് ബിലാലാണ് റളിയല്ലാഹു തആല അൻഹു. നിഗ്രയായ കറുത്ത അടിമയായ ചുണ്ടുകൾ തടിച്ച വിരൂപിയായ. പിറ്റന്ന് രാവിലെ വന്നിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിക്കുന്നുണ്ട്, ബിലാലെ, ഞാൻ സ്വർഗത്തിൽ കണ്ടപ്പോൾ, സ്വർഗത്തിനെ കാണിക്കപ്പെട്ടപ്പോൾ എന്റെ മുന്നിൽ ഒരു ചെരുപ്പടി ശബ്ദം ചെയ്തിട്ടില്ല. അത്രയും വലിയ പുണ്യങ്ങളൊന്നും ഈ അടിമയായ ബിലാലിന് എന്ത് ചെയ്യാനുണ്ട്? നിങ്ങൾ പറഞ്ഞു, അല്ല ബിലാലെ, എന്തോ നിനക്കൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഇന്നി ഉഹാഫിദു അലൽ വുളൂ, നബിയെ, എനിക്ക് എപ്പോ വുളൂ നഷ്ടപ്പെട്ടാലും അപ്പൊ ഞാൻ വുളൂ പുതുക്കും നബിയെ. എനിക്ക് വുളൂ ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവൂല നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹ് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുമല്ലോ. അത് തന്നെയാണ് സ്വർഗ്ഗത്തിൽ നിന്റെ കാലൊച്ച കേൾക്കാൻ കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വുളൂവിനെ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, പള്ളിയിൽ കയറുമ്പോൾ എപ്പോഴും വുളൂവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക മഹത്വമാണ്. അത് സത്യവിശ്വാസിക്കൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ്. ഇദാ തവല്ലഅൽ അബ്ദുൽ മുഅ്മിൻ, ഒരു ഹദീസ് കൂടി പറഞ്ഞു നിർത്താം. ഒരു സത്യവിശ്വാസി വുളൂ ചെയ്താൽ വഗസ്ല വജ്ഹഹു, അവൻ മുഖം കഴുകി കഴിഞ്ഞാൽ ഖറഫ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനി, ആ വുളൂ ചെയ്യുന്ന സമയം വരെ അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്തു പോയ ഏതെല്ലാം തെറ്റുകളുണ്ടോ, ചെറിയ കുറ്റങ്ങൾ, പാപങ്ങൾ, അതെല്ലാം ആ വുളൂയോടുകൂടി അതിന്റെ അവസാനത്തെ തുള്ളി വെള്ളത്തോടുകൂടി പുറപ്പെട്ടു പോകുന്നതാണ്. അവന്റെ കണ്ണുകൾ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായി. ഫൈദാ ഗസല യദൈഹി, ഒരു സത്യവിശ്വാസി വുളൂ ചെയ്തിട്ട് കൈ കഴുകുമ്പോൾ ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅ കാന ബതശുതഹാ യദാ, അവന്റെ കൈ കൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകളും ആ അവസാനത്തെ തുള്ളി വെള്ളത്തോടൊപ്പം പുറപ്പെട്ട് കൈകൾ ശുദ്ധിയാകും. ഫൈദാ ഗസല റിജ്ലൈഹി,
അവന്റെ കാലുകൾ കഴുകിയാൽ ഖറജ മിൻ റിജ്ലൈഹി അവന്റെ കാലുകൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെയും അതോടൊപ്പം അതിന്റെ അവസാനത്തെ തുള്ളി വെള്ളത്തോടൊപ്പം പുറപ്പെടും. ഹത്താ യഖ്റുജ നഖിയ്യൻ മിനൽ ദുനൂബ് അവസാനം വുളൂ ചെയ്ത് പൂർത്തിയാകുമ്പോൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടല്ല ചെയ്ത പാപങ്ങളൊക്കെ മാപ്പാക്കപ്പെട്ട് അവൻ പരിശുദ്ധനായി മാറുന്നതാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രതിഫലം നമുക്ക് കിട്ടാൻ നമ്മളുടെ വുളൂ കൃത്യമായിരിക്കണം. ഈ പറഞ്ഞതുപോലെ സുന്നത്തുകളും അദബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.